എല്ലാവർക്കും അല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പടക്കളം, ഗെറ്റ്സ് എ ബേബി, തുടരും, പ്രിൻസ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഹണ്ട് സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് മനോരമ മാക്സിലാണ് ഹണ്ട് സിനിമ റിലീസായത്. ഇപ്പോൾ സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ടൂറിസ്റ്റ് ഫാമിലി സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിന്റ് നേരത്തെ വന്നതാണ്. ഇപ്പോൾ ഇതാ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂൺ മാസം 6-നാണ് ടൂറിസ്റ്റ് ഫാമിലിയുടെ OTT റിലീസ്. മലയാളം വെർഷനും അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് അഭിലാഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൈജി ഗ്രൂപ്പ് നായകനായ ഏറ്റവും വലിയ സിനിമയായിരുന്നു അഭിലാഷം. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് അഭിലാഷം സ്വന്തമാക്കിയത്. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഹാർട്ട് ബീറ്റ് എന്നാണ് സീരീസിന്റെ പേര്. ഇതൊരു തമിഴ് സീരീസ് ആണ്. ഇതിന്റെ സീസൺ 2 ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ട്, അനുമോഹനാണ് ബിഗ് ബാൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബിഗ് ബാൻ. ഈ സിനിമയുടെ OTT സൺനെക്സ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത്. നേരത്തെ OTT റിലീസ് പ്രഖ്യാപിച്ചതാണ്, പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോൾ സിനിമ TV പ്രീമിയർ ആയിട്ടാണ് വരാൻ പോകുന്നത്. ഫ്ലവേഴ്സിലാണ് ബിഗ് ബാൻ സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് മാരിവില്ലിൻ സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈമിൽ മാരിവില്ലും ഗോപുരങ്ങൾ എന്ന സിനിമ ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലവ്ലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ലവ്ലി. ഒരു ഈച്ചയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പക്ഷേ ലവ്ലി സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇതൊരു 3D സിനിമയായിരുന്നു. സിനിമ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ടായി. ലവ്ലി ഒരു ചെറിയ സിനിമയായിരുന്നു. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് ലവ്ലി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജൂൺ മാസം സെക്കൻഡ് വീക്കിലായിരിക്കും ലവ്ലി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ആവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപിന്റെ സിനിമകൾ സാധാരണ വിജയിക്കാറില്ല. വർഷങ്ങളായിട്ട് പരാജയപ്പെടുകയായിരുന്നു. OTT പോലും വരാറുണ്ടായിരുന്നില്ല. എന്നാൽ കുറെ കാലത്തിന് ശേഷമാണ് പ്രിൻസ് സിനിമ വിജയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ആമസോൺ പ്രൈമിൽ പ്രിൻസ് ആൻഡ് ഫാമിലി OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പടക്കളം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പടക്കളം ഒരു ചെറിയ സിനിമയായിരുന്നു. ആരും തന്നെ സിനിമ വന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പടത്തിന് പോസ്റ്റർ റിപ്പോർട്ടുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പടം നല്ല രീതിയിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. പടക്കളം ഒരു കോമഡി ഫാന്റസി മൂവിയാണ്. സുരാജ്, ഷറഫുദ്ദീൻ തുടങ്ങി ഒരുപാട് പേര് പടക്കളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് പടക്കളം സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജൂൺ മാസം സെക്കൻഡ് വീക്കോട് കൂടി പടക്കളം സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തുടരും ഒരു ത്രില്ലർ സിനിമയാണ്. യാതൊരു പ്രൊമോഷനും ഇല്ലാതെയാണ് തുടരും സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. സൈലന്റ് ആയിട്ട് വന്നിട്ട് തുടരും സിനിമ ഹിറ്റ് അടിച്ചു. 200 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് തുടരും. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തിയാണ് തുടരും സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് തുടരും സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റും സ്വന്തമാക്കി. സിനിമ റിലീസായിട്ട് 28 ദിവസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അതായത് മെയ് മാസം 29 അല്ലെങ്കിൽ 30 ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും തുടരും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് എ ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഗെറ്റ്സ് എ ബേബിക്ക് വേണ്ടിയാണ്. നല്ലൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ഗെറ്റ്സ് എ ബേബി. മാർക്കോ സിനിമയ്ക്ക് ശേഷമാണ് ഗെറ്റ്സ് എ ബേബി എത്തിയത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ല കളക്ഷൻ കിട്ടി. പോസിറ്റീവ് റിപ്പോർട്ടാണ് ഗെറ്റ്സ് എ ബേബിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ്സ് എ ബേബിയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ഗെറ്റ്സ് എ ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ ഈ വീക്കിൽ സർപ്രൈസ് ആയിട്ട് വരുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിനെ നായകനാക്കി ഗാലിദ് റഹ്മാനാണ് ആലപ്പുഴ ജിംഖാന നിർമ്മിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. തെലുങ്കിൽ സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ബോക്സിംഗിന്റെ കഥയാണ് ജിംഖാന പറഞ്ഞു പോകുന്നത്. ഒരുപാട് കോമഡിയും റൊമാൻസും സിനിമയിലുണ്ട്. ആമസോൺ പ്രൈമിൽ മെയ് മാസം 25 ജിംഖാന സിനിമ വരുമെന്ന റൂമറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജിംഖാന നാളെ രാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്?
എന്താണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.